ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ബാങ്കുകൾ പണം ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. നിത്യവും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്കുകൾ. എന്താണ് ബാങ്കുകൾ എന്ന് നമുക്ക് നോക്കാം. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, അതായത് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോണുകൾ, വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കാണ് നമ്മൾ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി ബാങ്കുകൾ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നമ്മളൊരു എക്സാമ്പിളിലൂടെ ആയിരിക്കും നോക്കുക. രണ്ട് വ്യക്തികളുണ്ട്, രാമുവും രമേശും. രാമു അയാൾ കൂട്ടിവെച്ചിട്ടുള്ള ഒരു 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാണ്. അയാൾക്കൊരു അക്കൗണ്ട് ഉണ്ട് ബാങ്കിൽ. അയാൾ ആ 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം, ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിൻ്റെ പുറത്ത് ബാങ്ക് എന്ത് ചെയ്യും, നമുക്ക് പലിശ നൽകും. ഈ വീഡിയോയിൽ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ 10% പലിശയായിട്ട് വെക്കുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് വെക്കുന്നത്. അതായത് വർഷാവസാനമാകുമ്പോൾ ഈ 10,000 രൂപയുടെ പുറത്ത് ബാങ്ക് എന്ത് ചെയ്യും, 10% പലിശ നൽകും. അത് ഏകദേശം 11,000 രൂപയായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ബാങ്കിൻ്റെ അടുത്ത് എന്തുണ്ട്, രാമു ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള 10,000 രൂപയുണ്ട്. ഇതെന്ത് ചെയ്യും, ബാങ്ക് രമേശ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, രമേശിന് ലോണായിട്ട് ബാങ്ക് എന്ത് ചെയ്യും, 10,000 രൂപ കൊടുക്കും. കൊടുക്കുന്നത് 10% മുകളിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും. നമ്മുടെ വീഡിയോയിൽ 20% പലിശ എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ രമേശ് ബാങ്കിന് എത്ര രൂപ കൊടുക്കണം, 12,000 രൂപ കൊടുക്കണം. നമ്മൾ പറഞ്ഞു രാമു ഡെപ്പോസിറ്റ് ചെയ്ത് എത്രയാണ്, 10,000 രൂപ. ഒരു വർഷം കഴിയുമ്പോൾ ബാങ്ക് അയാൾക്ക് 1,000 രൂപയുടെ പലിശ കൊടുത്ത് അക്കൗണ്ടിൽ എത്ര രൂപയായിട്ട് മാറും, 11,000 രൂപ. അപ്പോൾ 12,000 മൈനസ് 11,000, അതായത് ബാക്കി വന്ന 1,000 രൂപയാണ് ബാങ്കിൻ്റെ ലാഭം. ഇനി റിയാലിറ്റിയിൽ നോക്കുമ്പോൾ ബാങ്കിന് രാമു ഡെപ്പോസിറ്റ് ചെയ്ത 10,000 രൂപയും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ലോൺ കൊടുക്കാനായിട്ട് പറ്റില്ല. അതിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യണം, റിസർവായിട്ട് സൂക്ഷിക്കണം. ഇതിനെയാണ് നമ്മൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതാരുമായിട്ടാണ് സൂക്ഷിക്കുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ടാണ് ഇത് സൂക്ഷിക്കുക. പക്ഷേ നമ്മുടെ വീഡിയോയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ സൂക്ഷിക്കാൻ പോകുന്നത് നമ്മുടെ ബാങ്കിൻ്റെ സേഫിൽ തന്നെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ രാമ എത്ര ഡെപ്പോസിറ്റ് ചെയ്തു, 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്ക് എന്ത് ചെയ്യണം, CRR ആയിട്ട് 1,000 രൂപ മാറ്റി വെക്കണം, 10% മാറ്റി വെക്കണം. അപ്പോൾ രമേശിന് ലോൺ എത്രയേ കൊടുക്കാൻ പറ്റൂ, 9,000 രൂപയെ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ രമേശ് എത്ര ബാക്കി തിരിച്ച് തരും, ബാങ്കിന് 10,800 രൂപ തിരിച്ചു തരും. ബാങ്ക് എത്ര കൊടുക്കണം, രാമുവിന് എത്ര കൊടുക്കണം, 11,000 രൂപ കൊടുക്കേണ്ടതായിട്ടുണ്ട്. 1,000 രൂപയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബാങ്കിൻ്റെ കയ്യിൽ ഇപ്പോൾ ടോട്ടൽ എത്രയായി, 11,800 രൂപയായി. രാമുവിന് കൊടുക്കേണ്ട 11,000 രൂപ കിഴിച്ചു കഴിഞ്ഞാൽ 800 രൂപയാണ് ഈ കേസിൽ ബാങ്കിൻ്റെ ലാഭം എന്ന് പറയുന്നത്. ഇതുകൂടാതെ ബാങ്കിന് ATM ഫീസ്, ട്രാൻസാക്ഷൻ ഫീസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ പണം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക.